Then next one is writing. Writing aids നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹെമിംഗ്വേ എഡിറ്ററും ഗ്രാമർലിയുടെ സെയിം തന്നെയാണ് കേട്ടോ. ഹെമിംഗ്വേ എഡിറ്ററും ഇതുപോലെ തന്നെയാണ്, സെയിം ആയിട്ട് തന്നെയാണ് ഹെമിംഗ്വേ എഡിറ്ററും വർക്ക് ചെയ്യുന്നത്. ഗ്രാമർലിയാണ് നോർമലി കൂടുതലായിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഗ്രാമർലിയുടെ. ഹെമിംഗ്വേ എഡിറ്ററും കുഴപ്പമൊന്നുമില്ല, നല്ല ടൂൾ തന്നെയാണ്. നെക്സ്റ്റ് റൈറ്റിംഗ്. റൈറ്റിംഗിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ഡോക്സ് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് MS വേർഡിനെക്കാട്ടിലും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ MS വേർഡ് ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമ്മൾ MS വേർഡ് യൂസ് ചെയ്യാണ്, നമുക്ക് ഓട്ടോമാറ്റിക് സേവിങ്ങിന് ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ഗൂഗിൾ ഡോക്സ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യുന്നു, നമ്മുടെ മെയിൽ കൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഡിവൈസിന് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും നമുക്ക് ആ ഗൂഗിൾ ഡോക്സ് നമുക്ക് വേറെ ഏതെങ്കിലും ഡിവൈസിൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഫങ്ഷൻസ് ഗൂഗിൾ ഡോക്സിലുണ്ട്. അത് ഇപ്പൊ കാണിച്ചു തരാം. ഗൂഗിൾ ഡോക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഗൂഗിൾ ഡോക്സിന്റെ ഫ്രണ്ട് പേജ് വരിക. നമ്മളിപ്പോ പേഴ്സണൽ ഗൂഗിൾ ഡോക്സിലേക്ക് പോവാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ബ്ലാങ്ക് ആയിട്ടൊരു ഡോക്യുമെന്റ്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മുടെ റെസ്യൂം റൈറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റെസ്യൂം റൈറ്റിംഗ്, അല്ലെങ്കിൽ ലെറ്റർ, പ്രൊജക്ട്, ഇതിന്റെയൊക്കെ ടെംപ്ലേറ്റ്സ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്ലാങ്ക് പേജ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് നോർമലി നമ്മൾ കണ്ടന്റ് റൈറ്റിംഗിന് വേണ്ടി അല്ലെങ്കിൽ ബ്ലോഗ് റൈറ്റിംഗിന് വേണ്ടി ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അൺടൈറ്റിൽ ഡോക്യുമെന്റ്, അവിടെ നമുക്ക് ഡോക്യുമെന്റ് പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കാം. പിന്നെ ഏറ്റവും വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഈ ഗൂഗിൾ ഡോക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമർലി ഇതായിട്ട് ഇന്റഗ്രേറ്റഡ് ആണ്. ഓക്കെ, നമുക്ക് വേർഡിൽ നമുക്ക് ഗ്രാമർലി അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഗ്രാമർലിയും കൂടെ സെയിം ടൈമിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഗ്രാമർലിയുടെ ടാബിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ ഈ സെയിം കണ്ടന്റ് ഞാൻ എടുത്തിട്ട് കോപ്പി ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഗൂഗിൾ ഡോക്സിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ, അത് ഗൂഗിൾ ഡോക്സിൽ പേസ്റ്റ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഇപ്പൊ ഇതിന്റെ എറേഴ്സ് എല്ലാം തന്നെ ഗ്രാമർലി ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗൂഗിൾ ഡോക്സിനകത്ത് ഇതിന്റെ എറർ എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ കണ്ടന്റ് റൈറ്റിംഗിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പ്രൈസ് പെർ വേർഡ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രൈസിങ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങളുടെ ക്ലയന്റിന് നിങ്ങൾ പ്രൈസ് ചെയ്യുന്നത് പ്രൈസ് പെർ വേർഡ് എന്നാണെങ്കിൽ എത്ര വേർഡ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയണം അല്ലെ? അപ്പൊ എത്ര വേർഡ് എഴുതിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഇവിടെ ടൂൾസിൽ നിങ്ങൾക്ക് വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്പ്ലേ വേർഡ് കൗണ്ട് വൈൽ ടൈപ്പിംഗ് എന്നുള്ളത് നിങ്ങൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാരലലി നിങ്ങൾക്ക് വേർഡ് കൗണ്ട് അറിയാൻ പറ്റും, എത്ര വേർഡ്സ് നിങ്ങൾ ടോട്ടലി എഴുതിയിട്ടുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നല്ലോണം കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക്സ് കൊടുക്കാം. വേർഡ് കൊടുത്താലുള്ള കുഴപ്പം, നമ്മൾ നോർമൽ ഇപ്പൊ വേർഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഷെയറിംഗ് ലിങ്ക് അല്ല. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കോപ്പി ലിങ്ക് കൊടുത്താൽ ഈ ലിങ്ക് നമ്മൾക്ക് നമ്മുടെ ക്ലയൻസിന് കൊടുക്കാം. ഈ ലിങ്ക്സ് കൊടുത്തിട്ട് എന്തെങ്കിലും എഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലിങ്കിൽ കയറി തന്നെ എഡിറ്റ്സ് വരുത്താം. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് അയക്കേണ്ട ആവശ്യമില്ല ഒരേ ക്ലയന്റിന്. ചിലപ്പോൾ നമ്മുടെ ക്ലയൻസിന് നമുക്ക് ഒരുപാട് എഡിറ്റുകൾ വന്നെന്ന് വരാം, അല്ലെങ്കിൽ റിവിഷൻസ് വന്നെന്ന് വരാം. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിൽ എന്തെങ്കിലും റിവിഷൻസ് വന്നേക്കാം. അപ്പൊ അങ്ങനെ റിവിഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തില് നമുക്ക് ആ റിവിഷൻ ഇതിനകത്ത് തന്നെ എഡിറ്റ്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡോക്യുമെന്റ്സ് അയച്ചിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ആർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം, ഷെയർ ടു ചേഞ്ച് ടു എനിവൺ വിത്ത് ലിങ്ക്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വ്യൂവർ, കമന്റർ, എഡിറ്റർ, അതേപോലെ തന്നെ റെസ്ട്രിക്ട് ചെയ്യാം, അതും ചെയ്യാം. നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അവർക്ക് എഡിറ്റ് ചെയ്യണോ അവർ വ്യൂ ചെയ്യാനാണോ പെർമിഷൻ കൊടുക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അത് ഗൂഗിൾ ഡോക്സിന്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇത് വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഇതും ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഗൂഗിൾ ഡോക്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഗൂഗിൾ ഡോക്സ് ആകുമ്പോൾ നമുക്ക് ഗ്രാമർലി യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും എളുപ്പമായിരിക്കും. നിങ്ങൾ ഡോക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വേർഡ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലുള്ള കുഴപ്പം, വേർഡിനകത്തുള്ള ടെക്സ്റ്റ് നിങ്ങൾ പിന്നെ ഗ്രാമർലി ടാബിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെക്കിങ്ങിന്റെ കാര്യം പറഞ്ഞു. കണ്ടന്റ് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പ്ലാഗിയറിസം ചെക്കർ, അല്ലെങ്കിൽ ഗ്രാമർലിയുടെയും പ്ലാഗിയറിസം ചെക്കർ ഉണ്ട്. ഇത് വേറൊരു പ്ലാഗിയറിസം ചെക്കർ ആണ്. പ്ലാഗിയറിസം ചെക്കർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പ്ലാഗിയറിസം ചെക്കർ സ്മോൾ SEO ടൂൾസിന്റെ പ്ലാഗിയറിസം ചെക്കർ ആണ്.
ഇത് നമുക്കൊരു 1000 വേർഡ്സ് വരെ, പ്രീമിയം ഇല്ലാതെ ഒരു 1000 വേർഡ്സ് വരെ നിങ്ങൾക്ക് പ്ലഗറിസം ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 2000 വേർഡ്സിന്റെ ബ്ലോഗ് ആണെങ്കിൽ നിങ്ങൾ 1000ന്റെ 2 ടൈംസ് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതാണ്. എന്നിട്ട് നിങ്ങൾക്ക് പ്ലഗറിസം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ ഞാനിത് ചെയ്യുവാണ്. ഇത് കോപ്പി ചെയ്തിട്ട് ഈ പ്ലഗറിസം ചെക്കറിൽ പോയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യും. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലഗറിസം ചെക്കിങ്ങിന് കൊടുക്കണം. ഇതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് നമ്മൾ കോപ്പീഡ് ആയിട്ടുള്ള ഡേറ്റ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഡേറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അതിനുള്ള എല്ലാ സോഴ്സുകളും നമുക്ക് കിട്ടും. അപ്പൊ നമ്മളുടെ എവിടെയാണ് പ്ലഗറിസ്ഡ് ആയിട്ടുള്ളത് കണ്ടന്റ്, എവിടെയാണ് നമുക്ക് ഇതിന്റെ കറക്ഷൻസ് വരുത്തേണ്ടത്, എത്രമാത്രം നമ്മുടെ കണ്ടന്റ് പ്ലഗറിസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബ്രീഫ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് അത് ഏത് സൈറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ സെന്റൻസുകളാണ് പ്ലഗറൈസ്ഡ് ആയിട്ടുള്ളത് കണ്ടോ, നമ്മളിപ്പോ എഴുതിയിരിക്കുന്നതിൽ ഏതൊക്കെ സൈഡിലാണ് ഏതൊക്കെ സെന്റൻസുകളാണ് പ്ലഗറൈസ്ഡ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത്, ഇതെല്ലാം നമുക്ക് അവര് പറഞ്ഞു തരും. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ സെന്റൻസുകൾ റീഫ്രേസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ടുള്ള സെന്റൻസ് ഫോർമേഷൻ പ്ലഗറിസം ഇല്ലാതെ ചെയ്യുക, വീണ്ടും നമ്മളിത് പ്ലഗറിസത്തിന് വേണ്ടി ചെക്ക് ചെയ്യാം. എന്നിട്ട് അത് പ്ലഗറൈസ്ഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ കണ്ടിട്ട് ഫോർവേഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം 0% ആയിരിക്കണം എറർ, അതുപോലെ തന്നെ 100% പ്ലഗറിസം ഫ്രീ ആയിരിക്കണം. ഒരിക്കലും പ്ലഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മളൊരു കമ്പനിക്ക് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് വളരെയധികം ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഗ്രാമർലിക്കും ഉണ്ട് പ്ലഗറിസം ചെക്കർ, അതേപോലെ തന്നെ ഇത് SEO ടൂൾസിന്റെ പ്ലഗറിസം ചെക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് മാച്ച്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. കണ്ടോ, ഇതാണ് മാച്ച്ഡ് സോഴ്സസ് എന്നുള്ളത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വെബ്സൈറ്റിൽ നിന്നാണ് എത്രമാത്രം പ്ലഗറൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് റിപ്പോർട്ട്. അപ്പൊ ഈ വെബ്സൈറ്റിൽ ഈ ഒരു പർട്ടിക്കുലർ ലിങ്കിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ എവിടെ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ക്ലയന്റിന് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ഈ പ്ലഗറിസം ചെക്കറിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന് എടുത്തു എന്നുള്ളത് കാണുമ്പോൾ നോർമലി അത് നമ്മളുടെ വർക്കിനെ ബാധിക്കും. അപ്പൊ നമ്മളത് വളരെയധികം ചെക്ക് ചെയ്തിട്ട് വേണം, പ്ലഗറിസം ചെക്കർ ഒക്കെ യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് ഗ്രാമർലി വെച്ചിട്ടും ചെക്ക് ചെയ്തിട്ടൊക്കെ വേണം നമ്മളത് ഫോർവേഡ് ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, സിനോണിംസ് ആൻഡ് ആന്റോണിംസ്. നമ്മളിപ്പോൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് എഴുതാനും അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് വേർഡ്സ് അല്ലെ, നമ്മൾ ഗുഡ് എന്ന് എഴുതുന്നതിന് പകരം നമുക്കിപ്പോൾ എക്സലന്റ്, അമേസിങ്, മെസ്മറൈസിങ് എന്നൊക്കെ എഴുതാം. നമുക്ക് കുറച്ച് അത് നമ്മൾ ബ്ലോഗ്സിനല്ല നോർമലി യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന കോപ്പിക്കാണ്. നമ്മൾ കോപ്പി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കോപ്പി റൈറ്ററിന്റെ ഒരു മെയിൻ ടൂൾ എന്ന് പറയുന്നത് തിസോറസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. നമുക്ക് തിസോറസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിനോണിംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഗുഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാണ്. അപ്പൊ ഞാൻ ഗുഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഗുഡിനുള്ള ഓൾട്ടർനേറ്റ് വേർഡ്സ്, അതുപോലെ നമ്മൾ ഇമെയിൽ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവറി ഡേ പുതിയ വേർഡ്സ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു യൂസും കൂടിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ സിനോണിംസ് ഫോർ ഗുഡ് കണ്ടോ, ഇത്രയും ഗുഡിനുള്ള ഓൾട്ടർനേറ്റ് വേർഡ്സ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പഠിക്കാം. അതേപോലെ എന്തെങ്കിലും കണ്ടന്റിലേക്ക് നിങ്ങൾക്ക് ഗുഡിന് പകരം റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ എക്സലന്റിന് പകരം നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പർട്ടിക്കുലർ വേർഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ അതിനുള്ള എല്ലാ സിനോണിംസും നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് തിസോറസ്. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബ്ലോഗ് ഉണ്ട്, അല്ലെങ്കിൽ ചില കമ്പനീസ് ഉണ്ട്, they ask you for images also. വെബ്സൈറ്റ് കോപ്പീസ് ഒക്കെ ആവശ്യമുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളോട് ഇമേജസ് ചോദിക്കും, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് വേണം, എന്താ പറയുക, റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് വേണം. ഇപ്പൊ നിങ്ങൾ ഷട്ടർ സ്റ്റോക്കിന്റെ ഇമേജസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗൂഗിൾ ബേസ്ഡ് ഇമേജസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജസ് നിങ്ങൾക്ക് റോയൽറ്റി ഫ്രീ ആയിരിക്കില്ല, അത് പ്രശ്നമാണ്. സോ ലീഗലി പ്രോബ്ലം ഉള്ളതാണ്. സോ നമുക്ക് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ളതും 100% നമുക്ക് ലൈസൻസിന്റെ പ്രോബ്ലം ഇല്ലാത്ത ഇമേജസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന് 2 ടൂൾസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്ന് ടെക്സൽസ്, ഇതാണ് ടെക്സൽസ് കണ്ടോ, സ്പെല്ലിംഗ് ഇതാണ് ടെക്സൽസ്.
പിന്നെ അൺസ്പ്ലാഷ്, ഇത് രണ്ടും. പിന്നെ പിക്സാർഡേ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ അൺസ്പ്ലാഷ് ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അൺസ്പ്ലാഷിൽ പോയിട്ട് എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്തു എന്ന് വരുമ്പോൾ അതിന്റെ കുറെ ഇമേജസ് നമുക്ക് ഡിസ്പ്ലേ ആവുകയാണ്. സോ നമ്മൾ ഈ ഇമേജസ് ഒക്കെ നമുക്ക് റോയൽറ്റി ഫ്രീ ആണ്. നമുക്ക് ഈ ഇമേജസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വേർഡ്പ്രസ് വെബ്സൈറ്റ് നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ബ്ലോഗിങ് ചെയ്യണം, അപ്പൊ നിങ്ങളുടെ ബ്ലോഗിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഭംഗിയാക്കണം, എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺസ്പ്ലാഷിൽ നിന്ന് ഇമേജസ് എടുക്കാം. പിന്നെ അതല്ലാതെ തന്നെ വേറെ കാര്യം, ക്യാൻവ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, പറഞ്ഞുതരാം. അപ്പൊ ഈ ക്യാൻവയിലൊക്കെ നമുക്ക് കെറോസൽസ് ആവശ്യം ഉണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടല്ലോ കെറോസൽസ്. കെറോസൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോ ഇമേജസ് ആയിട്ട് കണ്ടിട്ടില്ലേ, അതിനാണ് കെറോസൽ എന്ന് പറയുന്നത്. സോ കെറോസൽസ് ആവശ്യമുള്ളതുകൊണ്ട് കണ്ടന്റ് റൈറ്റേഴ്സിൽ നിന്ന് കെറോസൽസും ആവശ്യമുള്ള കമ്പനീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിസൈനർ ടച്ച് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിസൈനിങ് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഡിസൈനർ ഏരിയയിലും നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവ യൂസ് ചെയ്യാം. ആ ക്യാൻവയിൽ നിങ്ങൾക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലും അൺസ്പ്ലാഷിൽ നിന്നൊക്കെ നിങ്ങൾക്ക് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ് കിട്ടും. ഓക്കെ. പിന്നെ ക്യാൻവ എന്ന് പറയുന്നത് സംഭവം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് ക്യാൻവ. ഓക്കെ. ക്യാൻവ ഇപ്പം നോർമലി ഏകദേശം എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, ഡിസൈനേഴ്സ് അല്ലെങ്കിൽ കണ്ടന്റ് റൈറ്റേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ എന്ന് പറയുന്നത്. സോ ക്യാൻവയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്യാൻവ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് എഴുതിയേക്കണ പോലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വീഡിയോസ്, പ്രിന്റ് പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനായിട്ടുള്ള കാര്യങ്ങൾ, ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് റെസ്യൂം എന്നുള്ള ഒരു ഫ്രീ വേർഷൻ ഉണ്ട് ക്യാൻവയ്ക്ക്. നിങ്ങൾ കുറച്ചും കൂടെ ഡിസൈനർ ഏരിയയിലേക്കൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോ വേർഷൻ ബൈ ചെയ്യാം. അതേപോലെ തന്നെ ഇതിന് വീഡിയോ, കാർഡ്, A4 ഡോക്യുമെന്റ് ഉണ്ടോ, ഒരുപാട് കാര്യങ്ങൾ. നോർമലി എനിക്ക് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ക്യാച്ചി ആയിട്ട് നിങ്ങൾ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യാൻവ ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ, where you can source lot of templates, designs and everything for your personal use and professional use as well. So കുറേ designers they are using Canva. PowerPoint യൂസ് ചെയ്യുന്നവരുണ്ട്, PowerPoint നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Canva also you can use. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കണ്ടന്റ് റൈറ്റിങ്ങിന് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് ഈ ടൈപ്പ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. ഇനി നമുക്ക് ഒരു കണ്ടന്റ് റൈറ്റർ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ഫീൽഡ് ഏസ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ആലോചിക്കാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കീവേഡ് റിസർച്ച്. നമുക്കത് അതിലേക്ക് വരാം. സോ കീവേഡ് റിസർച്ച് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളൊരു കണ്ടന്റ് എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വെറുതെ എഴുതി പോവാന്നുള്ളതല്ല, നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ് കീവേഡ്സ്. സെക്കൻഡ് തിങ് ഇസ് ഷോ എംപതി. എംപതി എന്ന് പറയുമ്പോൾ ഇത് വായിക്കുന്ന റീഡറിന് തോന്നണം നമ്മൾ അവരിൽ ഒരാളാണ്, അല്ലെ? ഇപ്പൊ നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പൊ ഞാൻ തന്നെ പറയണ ചിലപ്പോൾ ബോറിംഗ് ആണെങ്കിൽ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ? അതൊരു കാര്യം. അപ്പൊ എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇമോഷണൽ ആയിട്ടുള്ള രീതിയിൽ, അല്ലെ? നമ്മളൊരു സാധനം വായിക്കുകയാണ്. ഇപ്പം എനിക്കൊരു സ്ട്രെസ് ഉണ്ട്, ഞാനൊരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലോഗ് വായിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്താ തോന്നുക? ഞാനത് വായിക്കുമ്പോൾ എവിടേക്കോ അവിടെ ഞാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോഴാണ് അതൊരു കണ്ടന്റ് റൈറ്ററിന്റെ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിന്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വെബ്സൈറ്റിന്റെ ബ്ലോഗിന്റെ സക്സസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്താ മാക്സിമം എംപതിക്ക് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞുതരാം, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്കൊരു ക്ലയന്റ് ഒരു പ്രൊജക്റ്റ് ആയിട്ട് വരികയാണ്, നിങ്ങൾക്കൊരു കണ്ടന്റ് റൈറ്റിങ്ങിനുള്ള പ്രൊജക്റ്റ് ആയിട്ട് വരികയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ഹാവ് ടു ലേൺ കംപ്ലീറ്റ്ലി എൻറ്റയർലി അബൌട്ട് ദ പർട്ടിക്കുലർ വെബ്സൈറ്റ്. If you don't get particular information, ask to the client 8 times or 10 times, get the information from them, read completely about the company, know about it, and after that you start doing it. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് എഡിറ്റ്സ് അവോയ്ഡ് ചെയ്യാം. കുറെ എഡിറ്റ്സ് നമുക്ക് കിട്ടുന്നത് നമുക്ക് അവോയ്ഡഡ് ആവാം. കാരണം നമുക്ക് ഒരു കാര്യം പർട്ടിക്കുലർ ക്ലയന്റ് പറയാണ്, അവർക്ക് എല്ലാം അറിയാം, ദേ നോ എവറിത്തിങ് അബൌട്ട് ദെയർ കമ്പനി, ബട്ട് യു ഡോണ്ട് നോ എവറിത്തിങ് അബൌട്ട് ദെയർ കമ്പനി ആൻഡ് യു ഹാവ് ദ റൈറ്റ് ടു ആസ്ക്. നമ്മളൊരു സാധനം കൊടുത്തിട്ട് നാളെ മേ ബി യു വിൽ ബി ഹാവിങ് സോ മച്ച് അതർ വർക്ക് ആസ് വെൽ, അല്ലെ? നമ്മൾ ബേർഡൻഡ് ആവുകയാണ്, എക്സ്ട്രാ വർക്ക് കൊണ്ട് നമ്മൾ ബേർഡൻഡ് ആവുകയാണ്. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള കണ്ടന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അവരുടെ ഇൻഫർമേഷൻ അവരിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുക, കമ്പനിയെ പറ്റി പഠിക്കുക, അതും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കമ്പനിയെ പറ്റി മാത്രമല്ല, അവർക്ക് എന്താണ് വേണ്ടത് ആ കണ്ടന്റ് നിങ്ങൾ മനസ്സിലാക്കുക,
അതിന് ഒരു എംപതി ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് മോഡലാണ്. ഒരു പ്രോബ്ലം നിങ്ങൾ അഡ്രസ് ചെയ്യുക. ഫസ്റ്റ് കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ സോപ്പ് എടുത്തെന്ന് വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ പർട്ടിക്കുലർ സോപ്പ് എന്നുള്ള പ്രൊഡക്റ്റ് എടുക്കുക. ഈ സോപ്പ് ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആയുർവേദിക് പ്രോഡക്റ്റിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക് വാല്യൂസ് ഹ്യൂമൻ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇവർ അനുഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്തായിരിക്കും ഒരു സോപ്പ് ഇല്ലാത്തപ്പോൾ ഉള്ള പ്രോബ്ലം എന്തായിരിക്കും? കൂടുതലും ഒക്കെ നമുക്ക് ആയുർവേദിക് സോപ്പ് എന്നുള്ളതിന് അതിന്റെ നീഡ് എപ്പോഴാണ് വരിക? ഇപ്പോ ബോഡി വല്ലാതെ സംരക്ഷിക്കുന്ന ഒരാളാണ്, ബോഡി ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ്. സോ അവർക്ക് എന്താ വേണ്ടത്? ന്യൂട്രീഷണൽ വാല്യൂസ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വാല്യൂസ് അവർക്ക് ബോഡിക്ക് കിട്ടണം, സ്കിൻ കെയറിന് കിട്ടണം. അപ്പൊ അവരുടെ പ്രോബ്ലം അവിടെ എന്താണ്? നിങ്ങൾക്ക് ബാക്കിയുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് നശിക്കുന്നുണ്ടോ? എക്സാമ്പിൾ മാത്രമായിട്ട് പറയുന്നത്. ഇതിനപ്പുറം നല്ല നല്ല രീതിയിൽ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് ലാക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, സ്കിന്ന് നിങ്ങൾക്ക് വരണ്ട് പോകുന്നുണ്ടോ? നമ്മൾ ഒരിടത്ത് കണ്ടിട്ടുണ്ട്, ചന്ദ്രിക സോപ്പിന്റെ ഒക്കെ ആഡുകൾ നമുക്ക് ഇപ്പോഴും കാണാറുണ്ട്. അതിനകത്തൊക്കെ ഒരു പ്രോബ്ലം ആണ് അവർ അഡ്രസ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ആണ് അഡ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഡെന്റൽ, ഇപ്പൊ ടൂത്ത് പേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പേസ്റ്റിൽ ഇല്ലാതെ നിങ്ങൾക്ക് എന്താ പ്രോബ്ലം, നിങ്ങൾക്ക് പല്ലിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യാം. അപ്പൊ എപ്പോഴും ഒരു നല്ല രീതി എന്ന് പറയുന്നത് ഓൾവേസ് അഡ്രസ് ദ പ്രോബ്ലംസ് ഫസ്റ്റ്, ദ പ്രോബ്ലംസ് ദാറ്റ് പീപ്പിൾ ആർ ഫേസിങ്. അതാണ് എപ്പോഴും ആൾക്കാരെ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ കണ്ടന്റിലേക്ക്. കൂടുതൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ് ജെന്യൂൻ ആണെന്ന് തോന്നുന്നത് അവരുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോഴാണ്. സോ എപ്പോഴും അവരുടെ കൂടെ നിന്ന് ജെന്യൂൻ ആയിട്ടുള്ള എംപതി നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ദ സൈസ് ആൻഡ് ലിമിറ്റ് ഓഫ് സെന്റൻസസ്. നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസസ്, ചില ആൾക്കാർ എഴുതുന്നത് കാണാം. ഇപ്പൊ ചില ബ്ലോഗ്സ് വായിച്ചു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് തുടങ്ങിയിട്ട് ഈ സെന്റൻസസ് ഇങ്ങനെ പോകും. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മുടെ സെന്റൻസസ് എപ്പോഴും ഷോർട്ട് ആയിരിക്കും. ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള സെന്റൻസസ് ആണ് നമുക്ക് എപ്പോഴും ആവശ്യം. കാരണം ആൾക്കാരിലേക്ക് ഒരു ബോറിംഗ് ആയിട്ടുള്ള എഫക്ട് നമ്മൾ കൊടുക്കരുത്. ഒരു സെന്റൻസ് പ്രോപ്പർ ആയിട്ട് പങ്ക്ച്വേറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മളൊരു പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ടിപ്സ് ടു എയ്സ് ഇൻ കണ്ടന്റ് റൈറ്റിംഗ് എഴുതുന്നതിന് പകരം there are so many tips to ace in content writing field and എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ അത് ഒരാൾക്ക് വായിക്കാൻ എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്ത പോലെ ഒരു ഫീൽ ആണ് വരിക. അപ്പൊ നമുക്ക് എപ്പോഴും സെന്റൻസസ് ക്രിസ്പ് ആയിട്ടും ഷോർട്ട് ആയിട്ടും കീപ്പ് ചെയ്യാൻ പഠിക്കാം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇപ്പോഴെല്ലാത്തിലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വീണ്ടും അത് എംഫസൈസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലോഗ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഇല്ലാതെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മെയിൻ ആയിട്ട് എംഫസൈസ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക. പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് എംപതി ആയിട്ട് തന്നെ ലിങ്ക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടാക്കുക. പിന്നെ അടുത്ത കാര്യം, കോർ വാല്യൂസ് ടു ദ റീഡേഴ്സ്. അല്ലെ, ഒരാൾ വായിക്കാണ്, വെറുതെ എന്തോ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്ക് അതിലോട്ട് ഇംപ്രസ്ഡ് ആവില്ല. അല്ലെ, റീഡേഴ്സിന് വേർത്തി ആയിട്ട് എന്തെങ്കിലും അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെയ്യും. നമ്മൾ തന്നെ ഒരു റീഡറായിട്ട് ചിന്തിക്കുക. ഇത് എഴുതുമ്പോൾ, റൈറ്ററായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇത് വായിക്കുന്നത് ഞാനാണെങ്കിൽ ഞാൻ എത്രമാത്രം കൺവേർട്ടഡ് ആവും എന്ന് ചിന്തിക്കുന്നതിലാണ് എന്റെ ബെസ്റ്റ്. SEO അല്ലെങ്കിൽ കീവേഡ് റിസർച്ച് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സ് സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യമാണ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് എത്രമാത്രം റെലവെന്റ് ആണ്, എത്രമാത്രം ആൾക്കാരിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് പ്രോപ്പറായിട്ട് കൺവേ ആകുന്നുണ്ട്. ഇയാൾക്ക് പകരം ഞാനായിരുന്നു ഇത് വായിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കൺവേർട്ട് ആവും. ഇത് ചിന്തിച്ചിട്ട് വേണം എപ്പോഴും കണ്ടന്റ് എഴുതാനായിട്ട്. എഡിറ്റ് ഒരു ഡോക്യുമെന്റ്. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊരു കണ്ടന്റ് എഴുതിയിട്ട് അപ്പൊ തന്നെ അത് ക്ലയന്റിന് ഷെയർ ചെയ്യാതിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കണ്ടന്റ് ഒക്കെ എഴുതിയിട്ട് നിങ്ങളൊന്ന് ചായ പിടിക്കാൻ പോവുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഇവിടെ നിന്ന് മാറുക. എന്തെങ്കിലും ഒന്ന് മാറി ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഈ സെയിം കണ്ടന്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ആ കണ്ടന്റിൽ നിന്നുള്ള ഒരു പിടി വിട്ടിട്ടുണ്ടാവും. ഓക്കെ, രണ്ടാമത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റിൽ എന്തെങ്കിലും റിവിഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. അന്നേരം നമ്മൾ എഴുതുമ്പോൾ we think that this content is beyond expectations. You think, I have written it well, there is nothing that I had to correct in this content is proper, I can deliver it now itself. എന്നൊക്കെ ചിന്തിക്കും. But when you come after 15 minutes or 20 minutes of time and you go through the entire document, what you feel is like, this content has some problems where I can address it properly. പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ എറേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കണ്ടന്റ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതിയ കണ്ടന്റ് ഉറക്കെ വായിക്കാം. ഓക്കെ, നിങ്ങൾ എഴുതിയ കണ്ടന്റ് ഓൾവേസ് യു സ്പീക്ക് ഇറ്റ് ലൗഡ്ലി. ഓക്കെ, വെൻ യു സ്പീക്ക് ഇറ്റ്
യു ഫീൽ, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് സംസാരിച്ചത് വായിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പീച്ച് റെക്കഗ്നിഷൻ ടൂൾസ് ഒക്കെ ഉണ്ട് അല്ലെ, നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് ഈ അലക്സ പോലുള്ള ടൂൾസ് ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഉണ്ട്. സോ സ്പീച്ച് റെക്കഗ്നിഷൻ ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യാം. നമ്മളുടെ ടെക്സ്റ്റ് ടു സ്പീച്ച് റീഡേഴ്സ് ഉണ്ട്, അത് ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളുടെ കണ്ടന്റ് തന്നെ വായിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കുക, അത് കേൾക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നമുക്ക് എളുപ്പം നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന്. പിന്നെ പ്രോപ്പർ അല്ല CTA, എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് പോകുന്നതല്ല നമുക്ക് വേണ്ടത്. അൾട്ടിമേറ്റ്ലി നമ്മളൊരു കണ്ടന്റ് എഴുതുന്നത് കൊണ്ടുള്ള അതിന്റെ എയിം എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, കൺവേർട്ട് ചെയ്യുക. അത് ഏതെങ്കിലും തരത്തില്, അത് പർച്ചേസിൽ തന്നെ നിൽക്കണം എന്നില്ല. ഇപ്പൊ ചില കമ്പനീസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കണ്ടന്റ് വായിച്ചിട്ട് ഈ ആൾക്കാർ ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേജിൽ പോയിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ചിലരുടെ ആവശ്യം ഈ കണ്ടന്റ് വായിച്ചിട്ട് ഈ ആൾക്കാർക്ക്, അപ്പൊ പ്രോപ്പർ ആയിട്ട് ക്ലയന്റ് ആയിട്ട് ഒരു ഡിസ്കഷനും നടത്തണം. എന്താണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം ഈ ബ്ലോഗ് കൊണ്ട്. അല്ലെങ്കിൽ ഈ ബ്ലോഗിന് നോർമലി നമ്മൾ താഴെ ഒരു പ്രോപ്പർ CTS നമ്മൾ അധികം കൊടുക്കാറില്ല, നമ്മൾ എന്തെങ്കിലും ലിങ്കുകളാണ് നമ്മൾ കൊടുക്കാറ്. ഇപ്പൊ നമ്മളൊരു കോപ്പി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പ്രോപ്പർ CTA അവിടെ താഴെ ഉണ്ടോ. ബ്ലോഗിനൊക്കെ നമ്മളിപ്പോ താഴെ ഇപ്പൊ എന്തെങ്കിലും എഴുതി വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് CTA ആയിട്ട് കൊടുക്കുന്നത് ടു നോ മോർ അബൌട്ട് ഇറ്റ്, ടോക്ക് ടു അവർ ഡെവലപ്പേഴ്സ്, ഓർ ടു നോ മോർ അബൌട്ട് ഇറ്റ്, കോൺടാക്ട് അവർ പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ ടു നോ മോർ അബൌട്ട് ദിസ് പ്രോഡക്റ്റ് ഓർ സംതിങ്, യു ക്യാൻ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫ്രം ഹിയർ എന്ന് പറഞ്ഞിട്ട് ആ ഹിയറിൽ നമ്മൾ പോയിട്ടൊരു ലിങ്ക് അറ്റാച്ച് ചെയ്യാണ്. സോ അത് ഒരു പ്രോപ്പർ CTA ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഴുതിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിസിറ്റേഴ്സ് പോകുന്നതിന് പകരം നമ്മൾ ഒരു പർട്ടിക്കുലർ പേജിലേക്കോ, നമ്മളുടെ ബിസിനസ് വെബ്സൈറ്റ് പേജിലേക്കോ, നമ്മളുടെ എന്നല്ല ക്ലയന്റിന്റെ ബിസിനസ് വെബ്സൈറ്റ് പേജിലേക്കോ റീഡയറക്ട് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോൾ ടു ആക്ഷൻ നമ്മളവിടെ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് തിങ്, ബിൽഡ് ബാക്ക്ലിങ്സ്. ഓക്കെ, ബാക്ക്ലിങ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇന്റേണൽ ലിങ്കിങ് ഉണ്ട്. ഇന്റേണൽ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്ലോഗ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു ക്ലയന്റ് ഉണ്ട് നിങ്ങൾക്ക്, ആ ക്ലയന്റിന് ഓൾറെഡി പ്രോപ്പർ ആയിട്ട് റിട്ടേൺ ആയിട്ടുള്ള കുറെ ബ്ലോഗ്സ് അവർക്കുണ്ട്. അപ്പൊ നമ്മള് ആ ബ്ലോഗിന്, നമ്മൾ ഇപ്പൊ എഴുതുന്ന ബ്ലോഗിന് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, ലിങ്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുക, ഇവിടെയുള്ള ഏതെങ്കിലും വേർഡ് ആ പർട്ടിക്കുലർ ബ്ലോഗ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും, ഒരു ഹൈപ്പർ ലിങ്ക് കൊടുക്കുകയാണ്. സോ അതാണ് ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത്. ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിലേക്കും കൊടുക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും എഴുതുകയാണ്, നിങ്ങൾ ഒരു ബ്ലോഗ് എഴുതുകയാണ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുകയാണ്, എന്താ നിങ്ങൾ ചെയ്യുക, ഒരു സോഴ്സ് നിങ്ങൾ അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാണ്, പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്കുള്ള ഒരു ലിങ്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ആ കസ്റ്റമർ ക്ലിക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ബ്ലോഗ് അല്ലെങ്കിൽ ചില ആർട്ടിക്കിൾ നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളറിലുള്ള ഹൈപ്പർ ലിങ്ക്സ് കണ്ടിട്ടുണ്ടാവും അല്ലെ, ഈ ടെക്സ്റ്റിന്റെ കൂടെ തന്നെ. അപ്പൊ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അത് വേറൊരു സൈറ്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ വേറൊരു പേജിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. സോ അതിനെയാണ് ലിങ്കിങ്, നമ്മൾ എല്ലാം തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിക്കുന്നതിനാണ് ഈ ബാക്ക് ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്കിങ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺക്ലൂഷൻ, നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു ബ്ലോഗിന് അല്ലെങ്കിൽ ആർട്ടിക്കലിനൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു കൺക്ലൂഷൻ ഉണ്ടാവണം. നെക്സ്റ്റ് തിങ് ഇസ് ടോപ്പ് ഫ്രീ ടൂൾസ് ദാറ്റ് എയ്ഡ് കണ്ടന്റ് റൈറ്റിംഗ്. വേറെ കുറച്ച് ടൂൾസ് ആയിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബ്ലോഗിന്റെ ഇപ്പൊ ഇത്ര നേരം നിങ്ങൾക്ക് കണ്ടന്റിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടൂൾസ് നിങ്ങൾ പഠിച്ചു. ഇനി പ്രത്യേകിച്ച് ബ്ലോഗ് എഴുതുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, കാരണം ബ്ലോഗാണ് മെയിൻലി നമുക്ക് കിട്ടാറുള്ള പ്രോജക്ട്സിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ബ്ലോഗിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് തിങ്, ബ്ലോഗിന് നിങ്ങൾക്ക് ഐഡിയാസ് വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ വേഗ് ടോപ്പിക്കാണ് ഒരു ക്ലയന്റ് തന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വെബ്സൈറ്റിലേക്ക് ഒരു പർട്ടിക്കുലർ വേഗ് ടോപ്പിക്കിന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടന്റിന് ഒരുപാട് സജഷൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗൂഗിൾ ട്രെൻഡ്സ് കാണിച്ചു തരാം. ഇതാണ് ഗൂഗിൾ ട്രെൻഡ്സ്. ഈ ഗൂഗിൾ ട്രെൻഡ്സിൽ കണ്ടോ, എക്സ്പ്ലോർ വാട്ട് ദ വേൾഡ് ഇസ് സെർച്ചിങ്. എല്ലാ ഗ്ലോബൽ സെർച്ചസും എടുത്തിട്ട് അതിന്റെ ഒരു കളക്ഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അല്ലെ. ഇതിനകത്ത് റീസെന്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് വേൾഡ് വൈഡ് ആയിട്ട് എത്ര സെർച്ചസ് ഉണ്ട് കണ്ടോ, 200K പ്ലസ് സെർച്ചസ്, എത്ര സെർച്ചസ് ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻലി ഇപ്പൊ ട്രെൻഡ് ആവുന്ന ടോപ്പിക്സ്. ഇതുപോലെ ഇയർലി സെർച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കാം. ഇനി നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ സെർച്ച് ചെയ്യാം.
അപ്പൊ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. ഇതിന്റെ ഈ സെർച്ച് ടേമിന്റെ പർട്ടിക്കുലർ ഡീറ്റെയിൽ കംപ്ലീറ്റ് കിട്ടും. റീജിയൻ വൈസ് നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യ എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് റീജിയൻ വൈസ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, റിലേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഗൂഗിൾ ട്രെൻഡ്സിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ വെബ് സെർച്ച്, ഇമേജ് സെർച്ച്, ഈ കാര്യങ്ങളെല്ലാം പാസ്റ്റ് 12 മന്ത്സിന്റെ ഡേറ്റയാണ്. അപ്പൊ ഈ ഇന്ത്യക്ക് പകരം നിങ്ങൾ വേൾഡ് വൈഡ് എടുക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കമ്പാരിസൺസും കിട്ടും. ഗൂഗിൾ ട്രെൻഡ്സ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ട്രെൻഡ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉണ്ടോ? ഇതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ്, റിലേറ്റഡ് ക്വറീസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം. എന്താണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പർട്ടിക്കുലർ റിലേറ്റഡ് ക്വറീസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹബ്സ്പോട്ടിന്റെ ബ്ലോഗ് ഐഡിയാസ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതുകൂടെ കാണിച്ചു തരാം. അത് ഹബ്സ്പോട്ടിന്റെ ബ്ലോഗ് ടോപ്പിക് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അത് നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്കൊരു വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് 5 നൗൺസ് വരെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആക്ച്വലി ഇത് ഇന്നത്തെ ഇത് തീർന്നുകൊണ്ടാണ് നമുക്ക് ഓക്കെ, നമുക്കൊരു നൗൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇവർക്ക് ഫ്രീ ടൂൾ അല്ല, നമുക്ക് ഒരു ദിവസത്തിൽ ഇത്രയും ഐഡിയാസ് എന്നുള്ളതുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞാൽ നമുക്ക് വി ഹാവ് ടു ഗോ ഫോർ ദ പ്രോ വേർഷൻ. അപ്പോൾ ഇതിനകത്ത് ബ്ലോഗ് ഐഡിയാസ് ജനറേറ്റർ നമുക്ക് യൂസ് ചെയ്യാം. പ്രോ വേർഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ബ്ലോഗിന്റെ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ അത് പ്രോ വേർഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ പെർ ഡേ നമുക്ക് അതിന് ലിമിറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ബാക്ക്ലിങ്കോ, നീൽ പട്ടേൽ, ഹബ്സ്പോട്ട്, AHRX ഇതെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ബ്ലോഗ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ബ്ലോഗുകളെല്ലാം റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ബ്ലോഗ് റൈറ്റിംഗ് എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഹബ്സ്പോട്ടും ബാക്ക്ലിങ്കോ നിങ്ങൾക്ക് ലോങ് ഫോം കണ്ടന്റ് അറിയണമെന്നുണ്ടെങ്കിൽ ബാക്ക്ലിങ്കോ വളരെ യൂസ്ഫുൾ ആണ്. ലോങ് ഫോം ആയിട്ടുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാക്ക്ലിങ്കോ. പിന്നെ ഹബ്സ്പോട്ടിന്റെ എല്ലാ ബ്ലോഗ്സും തന്നെ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ സിംപ്ലർ ആയിട്ടും വളരെ ഈസിയർ ആയിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നവരാണ് ഈ ഹബ്സ്പോട്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റേം നമുക്ക് ലിമിറ്റഡ് ആണ്. സ്റ്റാറ്റിസ്റ്റേം നമുക്ക് പ്രീമിയം വേർഷൻ ഉണ്ട്, അല്ലാതെയും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റയ്ക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്കകത്ത് ഇപ്പൊ COVID-19 വാക്സിൻസ് ആൻഡ് വാക്സിനേഷൻ ക്യാമ്പയിനെ പറ്റി നിങ്ങളൊരു ബ്ലോഗ് എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എടുക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കാണിക്കും. ഇപ്പൊ എക്സാമ്പിൾ കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഡേറ്റ നിങ്ങൾക്ക് നോക്കാം. കൺട്രി വിത്ത് ദ മോസ്റ്റ് കൊറോണ വൈറസ് കേസസ്. ഇപ്പൊ കൊറോണ വൈറസ് കേസസിനെ പറ്റി നിങ്ങളൊരു ബ്ലോഗ് എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോ അത് അവിടെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാ കിട്ടുക എന്നുള്ളത് ഇവിടെ വരുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് സോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റ് ആണ് കൂടുതലും സ്റ്റാറ്റിസ്റ്റിക്സിന് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു റൈറ്റേഴ്സ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം അതിലോട്ട് കുറെ ട്രാഫിക് പോകുന്ന ഒരു സൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റേ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് SEM റഷും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം SEM റഷും യൂസ് ചെയ്യാം. കണ്ടോ, SEM റഷിലും ഒരുപാട് സ്റ്റാറ്റ്സ് നമുക്ക് കിട്ടും. അത് മെയിൻലി ഈ മൊബൈൽ ആപ്പ് മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള PPC ക്യാമ്പയിൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SEM റഷും യൂസ് ചെയ്യാം. അല്ലാണ്ട് തന്നെ നിങ്ങളിപ്പോ വെറുതെ ഇപ്പൊ എന്തെങ്കിലും ഒരു ടോപ്പിക്, എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. നിങ്ങളുടെ ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റിയാണ് നിങ്ങൾ ബ്ലോഗ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടണമെങ്കിൽ കണ്ടോ, ഇവിടെ ഹബ്സ്പോട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഹബ്സ്പോട്ടിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. അല്ലാതെ തന്നെ പല പല സൈറ്റ്സിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ എടുത്തിട്ട് അതിന്റെ സോഴ്സ് മെൻഷൻ ചെയ്യണം. അതിപ്പോ ഏത് ബ്ലോഗ് എടുത്താലും ആർട്ടിക്കിൾ എടുത്താലും എന്തിൽ നിങ്ങൾ എടുത്താലും നിങ്ങൾ അതിന്റെ സോഴ്സസ് മെൻഷൻ ചെയ്യണം പ്രോപ്പർ ആയിട്ട്.
അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നമ്മുടെ ക്രെഡിബിലിറ്റി ആണ്, നമ്മൾ എഴുതുമ്പോൾ ഒരു കണ്ടന്റിന്റെ ക്രെഡിബിലിറ്റി ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയുടെ റെഫറൻസ്. ഒരിക്കലും സോഴ്സ് ഇല്ലാതെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എഴുതരുത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എഴുതുമ്പോൾ എപ്പോഴും അതിന്റെ സൈഡിൽ സോഴ്സ് ലിങ്ക് അടക്കം മെൻഷൻ ചെയ്യാം. സോഴ്സ് ഹബ്സ്പോട്ട് എന്ന് എഴുതിയിട്ട് ഹബ്സ്പോട്ടിന്റെ ലിങ്ക് നിങ്ങൾ മെൻഷൻ ചെയ്യാം. സോ അതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എനിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് നോർമലി അത് എഴുതുക എന്നുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെയാണ് അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കാട്ടിത്തരാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അബൌട്ട് 64% ഓഫ് മാർക്കറ്റേഴ്സ് ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ടൈം ഇൻ SEO. ഓക്കെ, ഇത് ഞാൻ കോപ്പി ചെയ്തു. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ എഴുതണ്ട, കാരണം പ്ലാഗിയറിസം ഉണ്ടാവും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എങ്ങനെ എഴുതണ്ടേ, ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണ്. അബൌട്ട് 65% ഓഫ് മാർക്കറ്റേഴ്സ് ആർ സംതിങ്, നമ്മളത് റീഫ്രൈസ് ചെയ്ത് എഴുതുകയാണ്. എഴുതിയിട്ട് ഇതിന്റെ സോഴ്സ് നിങ്ങൾ എങ്ങനെയാണ് മെൻഷൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് 64% എന്നുള്ളത് എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാം. ഈ ഹൈപ്പർ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 64-ൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ബ്ലോഗ്സ് വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു സൈറ്റ് പർട്ടിക്കുലർ സൈറ്റിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വഴി, നിങ്ങൾക്ക് ബ്രാക്കറ്റ്സിൽ സോഴ്സ് എന്നിട്ടിട്ട് ഹബ്സ്പോട്ട് എന്നിട്ടിട്ട് ക്ലോസ് ചെയ്ത് ഈ ഹബ്സ്പോട്ടിനകത്ത് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോർമലി ഇങ്ങനെയാണ് നമ്മൾ ലിങ്ക്സ് ആഡ് ചെയ്യാറ്. ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഈ 2 വേസിലും നിങ്ങൾക്ക് ബ്ലോഗ്സിനകത്തോ ആർട്ടിക്കിൾസിനകത്തോ ഒക്കെ നിങ്ങൾക്ക് സോഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത കാര്യം, ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി. സ്റ്റാറ്റിസ്റ്റ അല്ലെങ്കിൽ SEM റഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടും വെറുതെ ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സ്റ്റാറ്റിസ്റ്റിക്സ് കിട്ടും. അതിന്റെ സോഴ്സസ് നിങ്ങൾ മെൻഷൻ ചെയ്യാം.